ഹായ് ഹായ്. നമ്മളുടെ കൂടെ ഇന്ന് ആര്യനാണുള്ളത്. ആര്യൻ, ഇപ്പൊ ഏതാ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിരിക്കുന്നത്? TSMU. വിസ വന്നു? വിസ വന്നു, പക്ഷേ വിസ ഓൺ ടൈമിനാണ് നമ്മൾ സബ്മിറ്റ് ഒക്കെ ചെയ്തത് VFS ല്. പക്ഷേ കിട്ടാനൊരു മിനിമം 60 days എടുത്തു ഞങ്ങൾക്ക്. അവിടുന്ന് പറഞ്ഞത് 20 to 30 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. ബട്ട് ഏതായിരുന്നു ഡേറ്റ്? അപ്പോൾ ഞങ്ങൾ August 26 വെച്ചാണ്. പിന്നെ ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ആണ് എനിക്ക് വിസ കിട്ടിയത്. എന്തുകൊണ്ടാണ് TSMU എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തിയത്? TSMU ഭയങ്കര ഒരു ഹൈ റാങ്ക് കോളേജ് യൂണിവേഴ്സിറ്റി ആണ്. It is a nice, like when I saw the photos and all, it is a nice university. ആദ്യം എടുത്ത ഓപ്ഷൻ TMA ആയിരുന്നില്ലേ? എന്തുകൊണ്ട് TSMUലോട്ട് മാറി? ഉസ്ബെക്കിസ്ഥാൻ ഞാൻ കൺസിഡർ ചെയ്തത് ആദ്യം അടുത്താണ്, നല്ല ഗുഡ് പ്ലേസ് ആണ്, അങ്ങനെയാണ് കൺസിഡർ ചെയ്തത്. TMA ആണ് അവിടുത്തെ ടോപ്പ് കോളേജ്. പിന്നെ when I consider further like my higher studies and all, ഇവിടുന്ന് ഇറ്റ് ഇസ് എ ഇന്ത്യൻ കോൺസെപ്റ്റിലാണ് ഉസ്ബെക്കിസ്ഥാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ജോർജിയ എന്ന് പറയുമ്പോൾ എനിക്ക് ഐ ക്യാൻ ഗോ ടു ഫർദർ പ്ലേസസ് ലൈക്ക് USA, UK, അങ്ങോട്ട് ഐ ക്യാൻ ഗോ ഫോർ ഫർദർ സ്റ്റഡീസ്. അതുകൊണ്ട് ആണ് ജോർജിയയിലേക്ക് ഞാൻ മാറിയത്. ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ കൾച്ചർ തന്നെ കൂടുതൽ വരുമ്പോഴത്തേക്കും ലൈക്ക് ഐ വോണ്ട് ഗെറ്റ് മച്ച് എക്സ്പോഷർ, അതുപോലത്തെ ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിസ വന്നു, ഫ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യമാണ്. അക്കോമഡേഷൻ ഒക്കെ എങ്ങനെ സെറ്റ് ആയോ? അക്കോമഡേഷൻ ഫുള്ള് സെറ്റ് ആയിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ ഐ ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാനാണ്. അതായത് ആരെങ്കിലും നമ്മൾ ഹോസ്റ്റൽ കൊടുത്തിട്ടുണ്ട്, അപ്പാർട്ട്മെന്റ് എടുക്കുന്നത് അങ്ങനെ എടുക്കാം, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ചെന്നതിന് ശേഷം ഇഷ്ടമുള്ളത് കണ്ട് ഹോസ്റ്റലിൽ പോയി വിസിറ്റ് ചെയ്ത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ആ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിലെ ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് മാക്സിന്റെ സംഭവം? റിയലി ഹെൽപ്ഫുൾ. ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ചോദിക്കല്ല, ഞങ്ങള് ശരിക്കും എല്ലാ തരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? മാർക്കറ്റിംഗ് ആയിട്ടൊന്നും അല്ല, ഇത് സുനിത മാം എല്ലാ A to Z കാര്യങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സുനിത മാം A to Z കാര്യങ്ങൾ ഞങ്ങളെ ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ഞങ്ങൾക്ക് കുറേ വർക്ക് ലോഡാണ് ഇവിടുന്ന് മാറിപ്പോയത്. ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ഫ്രം ഇനിയും ഉണ്ടാവും. ഇത് ഞങ്ങളിപ്പോൾ ജസ്റ്റ് വാക്കാലെ പറയുന്നതല്ല, നമ്മൾ 6 വർഷം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും PRC അപ്ലൈ, അതേപോലെ തന്നെ അടുത്ത വർഷത്തിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങളുടെ ത്രൂ ഔട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ഡോക്ടറാവാ, ബാക്ക് ടു ഇന്ത്യ തിരിച്ചു വരിക, ഞങ്ങളെയൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തുക. ഓക്കെ, താങ്ക് യു.